إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പരമാവധി ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അറാബി മരുഭൂവാസി വരികയുണ്ടായി. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സൂറത്തുൻ നഹലിൽ നിന്ന് ചില കാര്യങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ വിശ്രമസ്ഥലമാക്കിയില്ലേ? ആ അറാബി പറഞ്ഞു നഅം, അതെ എന്ന്. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂതൻ തസ്തഖിഫൂനഹാ യൗമ ലഅനികും വയൗമ ഇഖാമതികും, നിങ്ങൾക്ക് കാലികളുടെ തോലുകൾ നിങ്ങളുടെ യാത്രാവേളകളിലും യാത്രയിൽ നിങ്ങൾ താവളമടിക്കുമ്പോഴും യഥേഷ്ടം എളുപ്പത്തിൽ വീടുണ്ടാക്കാൻ കാലികളുടെ തോലുകളും അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? അദ്ദേഹം പറഞ്ഞു അതെ. വമിൻ അസ്വാഫിഹാ വ ഔബാരിഹാ വ അശ്ആരിഹാ അസാസൻ വ മതാഅൻ ഇലാഹിൻ, ആ കാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഉപയോഗ വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള സൗകര്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? അദ്ദേഹം പറഞ്ഞു അതെ. വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ളിലാല, അല്ലാഹു സൃഷ്ടിച്ചവയിൽ നിന്ന് നിങ്ങൾക്ക് ചൂടിൽ നിന്ന് തണൽ നൽകിയില്ലേ? തണലേകാൻ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നില്ലേ? ഇങ്ങനെ ചൂടിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ കാര്യവും അതുപോലെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള കവചങ്ങൾ നൽകിയ കാര്യമൊക്കെ സൂറത്തുൻ നഹലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഓതി കേൾപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി വീണ്ടും അദ്ദേഹത്തെ കേൾപ്പിച്ചു, കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ, ഇങ്ങനെ ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ അല്ലാഹുവിന് ജീവിതം സമർപ്പിച്ച് ഒരു മുസ്ലിമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് കേട്ടപ്പോ ആ മനുഷ്യൻ പിന്തിരിഞ്ഞു പോയി എന്നാണ്. ആ സമയത്താണ് അല്ലാഹു അതിനെ തുടർന്ന് ഒരു വചനം അവതരിപ്പിച്ചത്, യഅരിഫൂന നിഅമതല്ലാഹ് സുമ്മ യുൻകിറൂനഹാ വഅക്തറുഹുമുൽ കാഫിറൂൻ,
അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അറിയുന്നു, എന്നിട്ടതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരിൽ അധികം ആളുകളും നന്ദി കെട്ടവരായി മാറുന്നു എന്നാണ്. ഈ വചനങ്ങൾ പഠിക്കുന്ന കേൾക്കുന്ന നാം മനസ്സിലാക്കേണ്ടത്, ഭൂരിപക്ഷ മനുഷ്യരും ഈ നന്ദികേട് കാണിക്കുന്നവരാണ്. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തും ഫദ്ലും വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ അനുഗ്രഹമാണ് ഈ സമയം നമ്മൾ അനുഭവിക്കുന്ന അന്തരീക്ഷ മാറ്റം. എന്തൊരു ചൂട് എന്ന് പറഞ്ഞിരുന്ന നമ്മൾ എന്തൊരു മഴ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മത വഹുവൽ വലിയ്യുൽ ഹമീദ്. അല്ലാഹു തന്നെയാണ് അവർ നിരാശപ്പെട്ട് കഴിഞ്ഞ ശേഷം അവർക്ക് മഴ വർഷിച്ചു നൽകിയത്. ആ മഴവെള്ളത്തിലൂടെ ഒട്ടേറെ അനുഗ്രഹങ്ങൾ, റഹ്മത്തുകൾ അല്ലാഹു വ്യാപിപ്പിക്കുകയും ചെയ്തു. ആ അല്ലാഹുവാണ് നിങ്ങളുടെ വലിയ, നിങ്ങളുടെ രക്ഷകൻ, സഹായി എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം ഹബസല്ലാഹുൽ മത്തറ അൻ അഹ്ലി മക്ക സബ്അ സിനീൻ ഹത്താ ഖനതു. മക്കക്കാർക്ക് 7 വർഷത്തോളം മഴ ലഭിക്കാത്ത അവസ്ഥ വന്നു. അങ്ങനെ അവർ നിരാശയിൽ കഴിഞ്ഞു. ഫഅൻസലല്ലാഹ് അൽ മത്തർ. പിന്നീട് അവർക്ക് അല്ലാഹു മഴ നൽകി. എന്നിട്ട് അല്ലാഹു അവരെ പഠിപ്പിച്ചു, ഈ 7 വർഷക്കാലം ഒരു തുള്ളി വെള്ളം തരാൻ നിങ്ങൾ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ആർക്കെങ്കിലും സാധിച്ചോ? ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ കുടിക്കുന്ന ഉറവു ജലം വറ്റിപ്പോയാൽ ഒരു തുള്ളി വെള്ളം തരാൻ ആരുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൽ മുൽക്കിലൂടെ ചോദിക്കുന്നത് കാണാം. അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹിമഹുല്ലാ ഈ ആയത്തിൽ പറഞ്ഞ മിൻ ബഅദി മാ ഖനതു, അവർ നിരാശയിൽ കഴിഞ്ഞ ശേഷം എന്ന വചനത്തെക്കുറിച്ച് അദ്ദേഹം ശറഹ് ചെയ്തത് വൻഖതഅ അൻഹും മുദ്ദ, ദീർഘകാലം അവർക്ക് മഴ നിലച്ചു. ളന്നു അന്നഹു ലാ യഅതീഹിം, അവർ കരുതി ഇനി മഴ ലഭിക്കില്ല എന്ന്. വഅഇസു, അവർ നിരാശരായി. വഅമിലു ലിദാലികൽ ജദ്ബി അഅമാലൻ, ഒരു തുള്ളി വെള്ളം ലഭിക്കാൻ അവർ പല പ്രവർത്തനങ്ങളിലും മുഴുകി. എന്നിട്ടും അവർക്ക് വെള്ളം കിട്ടിയില്ല. അങ്ങനെയാണ് അല്ലാഹു അവന്റെ കാരുണ്യമാകുന്ന മഴവർഷം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ മനുഷ്യന്റെ നന്ദികേട് തുടരുകയാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തും ഫദ്ലും നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഹദ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജൽ. ഒരു ശല്യം കേട്ടിട്ട് അല്ലാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന മറ്റൊരാളില്ല. നമുക്കൊന്നും ശല്യം സഹിക്കാൻ കഴിയില്ല. നമ്മുടെ കോപവും ദേഷ്യവും വർദ്ധിക്കും. അല്ലാഹുവിനതില്ല. ഇന്നഹു യുശ്റകു ബിഹി വയുജ്അലു ലഹുൽ വലദ്. അല്ലാഹുവിൽ ആളുകൾ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നു. വയുജ്അലു ലഹുൽ വലദ്, ആ അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് ജൽപ്പിക്കുന്നു പലരും. എന്നിട്ടോ സുമ്മ ഹുവ യുആഫീഹിം വയർസുഖുഹും, എന്നിട്ടും അവനതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവർക്ക് അല്ലാഹ് ആഫിയത്ത് നൽകുന്നു. അല്ലാഹ് വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളും നൽകുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നന്ദി കെട്ടവരാകരുത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിന് നന്ദി കെട്ടവൻ തന്നെ, അവൻ അതിന് സാക്ഷിയാണ് എന്നല്ല നമുക്ക് മനഃപ്പാടമുള്ള സൂറത്തുൽ ആദിയാത്തിലൂടെ പറഞ്ഞു തരാൻ. ഇതിൽ നമ്മൾ പെട്ടുകൂടാ.
ഏതൊരനുഗ്രഹവും നമ്മൾ അനുഭവിക്കുമ്പോ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. എന്തൊരു ചൂട്, എന്തൊരു മഴ എന്ന് പറയൽ മാത്രമാവരുത് നമ്മുടെ ജോലി. മറിച്ച് മഴ ലഭിച്ചാൽ, ചൂട് മാറിപ്പോയി തണുപ്പായാൽ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും. മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും മാത്രം ഇതാ ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറയാൻ, അത് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിരന്തരം ഓർക്കാൻ, ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഫർളും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാൻ, അതുപോലെ ഫർളു നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് അങ്ങനെ നിനക്ക് നല്ല പോലെ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. 3 കാര്യങ്ങൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹിനോട് പറയാണ്. അള്ളാഹുവെ നിന്നെ ഓർക്കാൻ എനിക്ക് കഴിയണം, നിനക്ക് നന്ദി കാണിക്കാൻ എനിക്ക് കഴിയണം. ആ നന്ദിയുടെ ഭാഗമായി ഏറ്റവും നല്ല പോലെ നീ സ്വീകരിക്കുന്ന നിലക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം. അതാണ് സത്യവിശ്വാസികളെ വിളിച്ചും അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ റുകൂഇലും സുജൂദിലുമായി കഴിഞ്ഞുകൂടുക. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനുള്ള ഇബാദത്തുകളാണ്. വഫ്അലുൽ ഖൈറ, പരമാവധി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വാക്ക് ഉച്ചരിക്കുന്നുവെങ്കിൽ അത് അള്ളാഹ് തൃപ്തിപ്പെടുന്ന വാക്കായി മാറ്റാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറത്തു പോകുമ്പോ അത് കേൾക്കുന്നവന് അതുകൊണ്ട് വേദന വരുന്ന, അതുകൊണ്ട് ഖേദമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. അങ്ങനെ പരമാവധി നന്മകൾ ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാമെന്നാണ്. ഇബാദത്ത് എന്ന് കേൾക്കുമ്പോ കേവലം നമസ്കാരവും സക്കാത്തും ഹജ്ജും ഉംറയും തവാഫും സ്വതക്കയും മാത്രമാണ് ഇബാദത്ത് എന്ന് ചിന്തിക്കരുത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ഇബാദത്തിനെ നിർവചിച്ചിട്ടുണ്ട്. അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹ് വയർലാഹു മിനൽ അഖ്വാലി വൽ അഅമാലിൽ ളാഹിറ വൽ ബാത്തിന. അല്ലാഹ് തൃപ്തിപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന, പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ, കാണുന്നതാവട്ടെ കാണാത്തതാവട്ടെ, വാക്കുകളും പ്രവർത്തനങ്ങളും, അതാണ് ഇബാദത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് ഇബാദത്താക്കി മാറ്റാം. ഏത് സന്ദർഭത്തിലും നമുക്ക് ഇബാദത്ത് നിർവഹിക്കാൻ സാധിക്കും. അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം. മഹാനായ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ ഇന്നഹു കാന അബ്ദൻ ശകൂറ, അദ്ദേഹം അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു അടിമയായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണ് അതിന് കാരണം? അന്ന നൂഹൻ അലൈഹിസ്സലാം കാന യഹ്മദുല്ലാഹ അലാ തുആമിഹി വശറാബിഹി വലിബാസിഹി വശഇനിഹി കുല്ലിഹി. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഭക്ഷണ സമയത്ത്, ഭക്ഷണം കഴിക്കുമ്പോ, വെള്ളം കുടിക്കുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും യഹ്മദുല്ലാഹ്, അള്ളാഹനെ സ്തുതിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സുമ്മിയ അബ്ദൻ ശകൂറ, ആ നന്ദി കാണിക്കുന്ന അടിമ എന്ന് അദ്ദേഹത്തിന് അള്ളാഹു പേരിട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് കെട്ടുമാറ് രാത്രി നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹുവിനെ ചോദിക്കുക, നിങ്ങൾക്ക് അള്ളാഹ് പുറത്തു തന്നിട്ടില്ലേ? നിങ്ങൾ അഷ്റഫുൽ ഖൽഖല്ലേ, ഇത്ര വേണോ, ഇത്ര ബുദ്ധിമുട്ടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അഫല അകൂനു അബ്ദൻ ശകൂറ. നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ അതേ പദം, ഞാൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു അടിമ ആകണ്ടേ എന്നാണ് റസൂലുള്ള ചോദിച്ചത്. അതേ കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഷാക്കിറൻ ലി അൻഉമിഹി,
അള്ള ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്കൊക്കെ അതാ അദ്ദേഹം നന്ദി കാണിക്കുന്നവനായി മാറി. ഒട്ടേറെ അനുഗ്രഹങ്ങൾ ലഭിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം അനുഗ്രഹങ്ങൾ വന്നു വീണപ്പോ പറഞ്ഞത് ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതൊക്കെ എന്റെ റബ്ബിന്റെ ഫളലാണ്. ലിയബ്ലുവനി അഅഷ്കുറു അം അക്ഫുർ, ഞാൻ അവന് നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരീക്ഷിക്കാൻ. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. റബ്ബേ, നീ എനിക്ക് എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീക്ക് കൊണ്ടോ, വഅൻ അഅമല സ്വാലിഹൻ തർലാ, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനം ചെയ്യാൻ എനിക്ക് തൗഫീക്ക് കൊണ്ടോ, വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളിൽ എന്നെ പ്രവേശിപ്പിക്കണം നാളെ പരലോകത്ത്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാനതാ നിന്നോട് കേഴുകയാണ്. ഇതേ കാര്യം 40 വയസ്സെത്തിയ ഒരു പക്വമതിയായ ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കണമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അത് സൂറത്തുൽ അഹ്ഖാഫിൽ കാണാം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 പക്വമതിയായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. റബ്ബേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, എന്റെ മാതാപിതാക്കൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിന് നന്ദി കാണിക്കാൻ എനിക്ക് സാധിക്കണം. വഅസ്ലിഹ് ലി ഫീ ദുർരിയതി. ഇന്ന് മക്കൾ ഒരു പരീക്ഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ നന്മയുള്ളവരാക്കി മാറ്റാനുള്ള രക്ഷിതാക്കളുടെ ശ്രമം എത്രത്തോളമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിലുണ്ട്. റബ്ബി ഇജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കി മാറ്റണമേ. മക്കളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നവർ 5 നേരം അവർ നമസ്കരിക്കാറുണ്ടോ എന്ന് ആലോചിക്കാറുണ്ടോ? അവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം അറിയുമോ? അവർ അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ടാണോ ജീവിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞ വഅസ്ലിഹ് ലി ഫീ ദുർരിയതി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയി. ആ മരണവാർത്ത അറിഞ്ഞവരൊക്കെ ഒരേ സ്വരത്തിൽ, ഒരു ശത്രുവിനെ ഉണ്ടാക്കാതെ എല്ലാവരെയും മിത്രമാക്കി മാറ്റിയ, തന്റെ ഓരോ പ്രവർത്തനം കൊണ്ടും ആളുകൾക്ക് ഇഷ്ടമുള്ളതും ആളുകൾക്ക് ഉപകാരപ്പെടുന്നതും ചെയ്ത നല്ല ഒരു വ്യക്തിത്വം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മക്കളെ ദീനിയായി വളർത്തി, മക്കളൊക്കെ തൗഹീദിന്റെ ആദർശത്തിൽ വളർന്നു. മയ്യിത്ത് നമസ്കാരം കൃത്യമായി അറിയുന്ന മക്കൾ ആ പിതാവിന് വേണ്ടി നമസ്കരിക്കുന്നു. ആ മക്കളിൽ പലരും ഹാഫിളുകളായി മാറി. ഇങ്ങനെ നമ്മളെക്കുറിച്ച് പറയാൻ നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് എന്തുണ്ട്? ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ മരണപ്പെട്ടാൽ, അള്ളാഹുവേ, നീ തൃപ്തിപ്പെട്ട പ്രവൃത്തിയാണ് ഞാൻ ചെയ്തു വന്നിട്ടുള്ളതെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്കാണ് നമുക്ക് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത്. ജീവിതത്തിലുടനീളം അള്ളാന്റെ തൃപ്തി വാങ്ങുക. അതിനെന്ത് വേണം? അള്ള തന്ന അനുഗ്രഹങ്ങളാണ് ഒട്ടേറെ അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത്. കൂടുതൽ അനുഗ്രഹമൊന്നും വേണ്ട. ഈ ചൂട് മാറി തണുപ്പിലേക്ക് അള്ള നമ്മെ എത്തിച്ചോ? കൊടും ചൂട് അനുഭവിച്ചപ്പോ ഈ ചൂട് മാറി, എന്നു മഴ വരും, ഈ കൊല്ലം മഴയില്ലേ എന്ന് ചിന്തിച്ചില്ല പലരും. അങ്ങനെ പത്രവാർത്ത വന്നില്ലേ? അള്ളാഹു അതിൽ നിന്ന് മാറ്റി ഒരു നിമിഷ നേരം കൊണ്ടാണ് അന്തരീക്ഷത്തെ തണുപ്പിച്ചു മാറ്റിയത്. ആ അനുഗ്രഹത്തിന് മാത്രം നന്ദി കാണിക്കാൻ. അങ്ങനെ എത്ര അനുഗ്രഹങ്ങൾ! ആ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുക. അള്ളാഹിന്റെ തൗഫീക്ക് വാങ്ങി ജീവിക്കുക, അള്ളാഹുവിന്റെ തൗഫീക്കിനായി പ്രവർത്തിക്കുക, തൗഹീദുള്ളവരായി ജീവിക്കുക, സുന്നത്തുള്ളവരായി ജീവിക്കുക. അതാണ് നമ്മുടെ ബാധ്യത. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ഏറ്റവും വലിയ നന്ദികേട് എന്നത് മനുഷ്യൻ തന്റെ റബ്ബിന് നൽകേണ്ട ഇബാദത്ത്
അത് സൃഷ്ടികൾക്ക് നൽകുന്നു എന്നതാണ്. സൃഷ്ടികൾ ഒരാളും ഇബാദത്തിനും പ്രാർത്ഥനക്കും അർഹരുമല്ല. അതുകൊണ്ടാണ് നമ്മെ അള്ളാഹു ആവർത്തിപ്പിച്ചു ചൊല്ലിപ്പിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. രണ്ടർത്ഥം അതിനുണ്ട്. ഒന്ന്, ഞങ്ങളുടെ പ്രാർത്ഥനയും സഹായത്തേട്ടവും ഒക്കെ നിനക്ക് മാത്രമാണ്. അതോടൊപ്പം ഈ ആയത്തിൽ പറഞ്ഞ ഇബാദത്തും നിന്നോട് സഹായം തേടിയുള്ള ജീവനത്തിനും ഞങ്ങൾ നിന്നോടാണ് സഹായം തേടുന്നത്, അതും അതിലർത്ഥമുണ്ട്. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വിടുക എന്നതാണ് മനുഷ്യൻ ചെയ്യുന്ന നന്ദികേട്. ഇപ്പൊ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോ അദ്ദേഹത്തെ മറവ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജനാസയുമായുള്ള വിലാപയാത്രയിൽ നമ്മൾ കേട്ടത് ലബ്ബൈക യാ ഹുസൈൻ, ലബ്ബൈക യാ ഹുസൈൻ, ഹുസൈനെ താങ്കളുടെ വിളിക്കുതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു എന്നാണ്. ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതല്ല അത്. ഇപ്പൊ ഹജ്ജിന്റെ സമയമാണ്, ഹജ്ജിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹജ്ജിലുടനീളം കേൾക്കുന്നത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅ്മത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കുതാ ഉത്തരം നൽകി വരുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നാണ്, നിനക്കാണ്, എല്ലാ അധികാരവും നിനക്കാണ്, ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല. ഇതാണ് തൗഹീദ്. അവിടെ ലബ്ബൈക എന്ന് വിളിച്ചിട്ട് വേറെ ആരെ വിളിച്ചാലും, നമ്മളെ നാട്ടിൽ ലബ്ബൈക യാ റസൂലല്ലാ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. ലബ്ബൈക യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല, മൊയ്തീൻ ഷെയ്ഖ് അള്ളയാണ്, ഇലാഹാണ് എന്ന് വിശ്വസിക്കാതെ എങ്ങനെ വിളിക്കാന്ന്. അത് അള്ള പഠിപ്പിച്ച തൗഹീദല്ല. അങ്ങനെയെങ്കിൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഏറ്റവും ഉത്തമരായ സജ്ജനങ്ങളോടാണ് അദ്ദേഹത്തിന്റെ ജനത പ്രാർത്ഥിച്ചത്. വദ്, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ. ആ കാലഘട്ടത്തിലെ സജ്ജനങ്ങളായിരുന്നു അവർ. അവരോട് പ്രാർത്ഥിക്കുന്ന ജനതയോടാണ് നൂഹ് അലൈഹിസ്സലാം യാ ഖൗമി ഉബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യൂ, ഇവർക്കല്ല പ്രാർത്ഥന, ഇവരോടല്ല ആരാധന, ഇവരല്ല നിങ്ങളുടെ ഇലാഹ്. സഹോദരന്മാരെ, ഇത് പറയാൻ കാരണം ഈ തൗഹീദ് നമ്മൾ പഠിച്ചേ പറ്റൂ. ഈ തൗഹീദിൽ അടിസ്ഥാനമായ ജീവിതം നയിച്ചാൽ മാത്രമേ സ്വർഗപ്രവേശം ലഭിക്കൂ, റബ്ബിനെ കാണാൻ കഴിയൂ എന്നതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് റബ്ബ് തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഒരുപാട് വ്യക്തികൾ രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട്. അവർക്കൊക്കെയും റബ്ബെ നീ ശമനവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളിൽ നിന്ന് വളരെ പ്രിയപ്പെട്ട ഞങ്ങളോട് അടുത്ത് ജീവിച്ച പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവെ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവിടെ ഖബർ സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി നീ മാറ്റുകയും ചെയ്യണമേ. അള്ളാഹുവെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ ലിഖാ ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.